ഹലോ, നമസ്കാരം. കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നല്ല മത്തി കിട്ടി. അപ്പോൾ ഉച്ചയ്ക്ക് മത്തിയും ചോറും. മത്തി മുളകിട്ടും ചോറും ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നും വേണ്ട. പണ്ടൊക്കെ മത്തിയൊന്നും അധികം ആരും വാങ്ങാറേ ഉണ്ടായിരുന്നില്ല. മത്തി എന്തോ അത്രയൊന്നൊരു നല്ല മീനല്ല എന്നുള്ള തോന്നലായിരുന്നു. ഇപ്പോഴാണ് എല്ലാവർക്കും മത്തിയിലുള്ള ഗുണങ്ങൾ മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്ത് മത്തി വാങ്ങുന്ന ആൾക്കാർ കാശുള്ളവർ വളരെ കുറവായിരുന്നു. എല്ലാവരും വലിയ മീനൊക്കെ മേടിക്കുള്ളൂ. നെയ്മീൻ അങ്ങനത്തെ വലിയ വലിയ മീനുകളാണ്. അത് കോഴിക്കോടൊക്കെ ഐക്കോറ എന്നാണ് പറയുക നെയ്മീനിന്. അതൊക്കെയാണ് മേടിക്കാറുള്ളത്. മത്തി അങ്ങോട്ടേക്ക് സൈഡിലേക്ക് തള്ളുന്ന ഒരു മീനായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എല്ലാവർക്കും ഇതിൻ്റെ ഗുണം മനസ്സിലായിട്ടുള്ളത്. ഒമേഗ 3 ഏറ്റവും കൂടുതലുള്ള മീനാണ് മത്തി. അത് മുളകിട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് മറ്റൊന്നും ചെയ്യില്ല. ശരിക്കും വറുത്തൊന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അല്ലെങ്കിൽ ഞാൻ വറുത്തതും പൊരിച്ചതിനോട് എനിക്ക് വലിയ താല്പര്യമല്ല. അല്ലാത്ത കറി വെക്കുന്നതാണ്. അതും നാളികേര അരച്ച് കറി വെക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. കഴിക്കും, പക്ഷേ മുളകിട്ട കറിയാണ് എനിക്കിഷ്ടം. അപ്പം ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോണത് ഉച്ചയ്ക്ക് മത്തിക്കറിയും ചോറുമാണ്. പപ്പടം വറുത്തതും. എന്തെങ്കിലും ഒരു ഉപ്പേരി വേണമെങ്കിൽ ആക്കാം, പക്ഷെ നിർബന്ധമില്ല. മത്തിക്കറി ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നും വേണ്ട. എനിക്ക് പണ്ടേ ഇഷ്ടമാണ് മത്തി. അന്നും ഇഷ്ടമാണ്, ഇന്നും ഇഷ്ടമാണ് മത്തി. അതുപോലെ അയില, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് വലിയ മീനിനോട് അത്ര താല്പര്യമില്ല. കഴിക്കും. നെയ്മീനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ ഞാൻ മേടിക്കാറില്ല നെയ്മീനൊന്നും. ഇപ്പം ഞണ്ട്, അതുപോലെ ചെമ്മീൻ, ഇങ്ങനത്തെയൊക്കെ വളരെ അപൂർവമായിട്ട് ഞാൻ മേടിക്കാറുള്ളൂ. ബിരിയാണിയൊക്കെ വെക്കുകയാണെങ്കിൽ മേടിക്കും കേട്ടോ, വലിയ മീൻ. മത്തി മുളകിട്ടവും ചോറും ഭയങ്കര ടേസ്റ്റാണ്. മത്തിക്കറിയും പൊറാട്ടയും നല്ല രുചിയാണ്. മത്തിക്കറിയും പുട്ടും നല്ല രുചിയാണ്. അത് മലബാർ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവർക്കും അറിയാം, ഇഷ്ടം പോലെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഞാനുണ്ടാക്കുമ്പോൾ ഞാനത് എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കും. സാധാരണ ഈ കുടംപുളിയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് കുടംപുളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വാളംപുളിയാണ് എടുക്കുന്നത്. അതൊരു നെല്ലിക്ക വലുപ്പത്തിലെടുത്തിട്ടുണ്ട്. കാരണം 1/2 കിലോ മത്തിയാണ് ഞാനിന്ന് വെക്കുന്നത്. അപ്പോൾ അതിന് ഇത്രയും മതി. നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം മാറ്റി വയ്ക്കണം. ഇനിയിപ്പോൾ ഇത് കടുകും ഉലുവയും കൂടെ വറുത്തെടുക്കുകയാണ്. ഇത്രയും ക്വാണ്ടിറ്റി ശരിക്കും വേണ്ട, ഈ 1/2 കിലോ മത്തിയിലേക്ക് വേണ്ട. പക്ഷേ ഞാനത് പൊടിച്ച് വെച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ചൊരു സ്പൂണോളം എടുത്ത് പൊടി മാത്രം ഉപയോഗിക്കുക ചെയ്യുള്ളൂ. ബാക്കി എടുത്ത് മാറ്റി പൊടിച്ചിട്ട് നന്നായിട്ട് വറുത്ത് പൊടിക്കണം ഇത്. എന്നിട്ട് ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. ചിലർ കടലെണ്ണ ഉപയോഗിക്കും, ചിലർ നല്ലെണ്ണ ഉപയോഗിക്കും. പക്ഷേ മീൻ മുളകിട്ടതിന് എപ്പോഴും വെളിച്ചെണ്ണയാണ് നമുക്ക് ശീലവും. എനിക്ക് രുചിയായിട്ട് തോന്നുന്നത് അതാണ്. കുറച്ചും കൂടി ഉലുവയിട്ട് നമുക്ക് മൂപ്പിക്കാം. സാധാരണ ചെറിയ ഉള്ളി കൂടുതലിടും, പക്ഷേ എൻ്റെ അടുത്തുനിന്ന് ഇതുപോലെ തന്നെ ഉള്ളി ചെറുതുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സവാള ഉപയോഗിച്ചു. സവാളയും കുഴപ്പമില്ല, പക്ഷേ ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു രുചിയാണ് അതിന് കറിക്ക്. ഞാൻ സവാള ഇട്ടിട്ടുള്ളത്. അത് നന്നായിട്ട് മൂത്ത് വരണം. അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആവണമെന്നില്ല, ഒരു പച്ചച്ചോവയും കൂടെ മാറിക്കിട്ടിയാൽ മതി. അതിന് ശേഷം അതിലേക്ക് തക്കാളി മുറിച്ച് വെച്ചത് അതിലേക്ക് ഇടണം. തക്കാളി ഞാനൊരു 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വഴറ്റിയെടുക്കുക.
അതും ഒന്ന് നന്നായിട്ട് വാടി വരണം. ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം ഇതിലേക്ക്. ഏകദേശമായി. വെളുത്തുള്ളി, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണിത്. പച്ചമുളക് കീറിയത്. ഇതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് എരിവിനനുസരിച്ച് ഉപയോഗിക്കട്ടോ. എനിക്ക് എരിവ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ മുളകെല്ലാം ഞാൻ കുറച്ച് കൂടുതലിടും. ഇട്ടിട്ട് നന്നായിട്ടങ്ങ് വാട്ടിയെടുക്കുക. ലേശം നന്നായിട്ടത് വെന്ത് തന്നെ കിട്ടണം, അല്ലാതെ വെറുതെ ഇങ്ങനെ വാട്ടിയാൽ പോരാ, അത്യാവശ്യം വേവണം. മഞ്ഞൾപ്പൊടി ഇടാം, മുളക് പൊടി ഇടണം. അതിൽ മുളക് പൊടി ഒരു ചെറിയ കപ്പിന് നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വാട്ടിയെടുക്കുക. കറിവേപ്പില ഇടണം. കറിവേപ്പില ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന കറിവേപ്പില. കറിവേപ്പില എപ്പോഴും കുറച്ച് കൂടുതലിടുന്നത് നല്ലതാണ് കേട്ടോ. കറിവേപ്പില മാറ്റി. ഉപ്പ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഉപ്പ് എന്തായാലും ഇടുമല്ലോ. ഇതിലേക്ക് വെള്ളം ഒഴിക്കുക, സാധാരണ വെള്ളം ഒഴിക്കുക, അല്ലാതെ പുളിവെള്ളമൊന്നുമല്ല. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കഴിയണം. നന്നായിട്ടൊന്ന് ചൂടായിട്ട് നമ്മൾ പുളിവെള്ളത്തിലേക്ക് ഇത് അങ്ങോട്ട് ഒഴിക്കാം. ഇങ്ങനെയാണ്. ഇനി ഇത് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മീനിടാൻ പോകും.